വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എങ്ങനെയാണ് ഒരു ബീഫ് മന്തി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നുള്ളത് നമുക്ക് നോക്കാം. കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന ബീഫ് 1.5 കിലോ ആണ് എടുത്തിട്ടുള്ളത്. അതേപോലെ മന്തി ബസ്മതി റൈസും 1.5 കിലോ. ഇത് 1.25 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ്. ഈ സമയം കൊണ്ട് ബീഫ് മാരിനേറ്റ് ചെയ്ത് വേവിച്ചെടുക്കാനുണ്ട്. നമുക്കത് ചെയ്യാം. 1-2 ഗ്രീൻ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ എൻ്റെ ഉപ്പൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. അതേപോലെ അതിലേക്ക് മല്ലിയില, കുറച്ച് പുതിനയില, ഇതൊക്കെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി ബീഫ് വേവിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കുക്കറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് സ്പൈസസും ചേർക്കാനുണ്ട്. കറുകാപ്പട്ട ഒരു 4 എണ്ണം, ഏലക്കായ്, ഗ്രാമ്പൂ, അതേപോലെ ചെറിയ ജീരകം ചതച്ചതും, കുറച്ച് കുരുമുളകും, 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ മന്തി മസാല വാങ്ങാൻ കിട്ടും, അതൊരു ടേബിൾ സ്പൂൺ. പിന്നെ ഇതേപോലെ മാഗി ക്യൂബ്, അത് ബീഫിൻ്റെ തന്നെ മീറ്റിൻ്റെ തന്നെ വാങ്ങാൻ കിട്ടും, അത് തന്നെ വാങ്ങിക്കാം. അതും ഇട്ട് ഇത് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കണം. കുറച്ച് ഉപ്പും അതേപോലെ ഓയിൽ, നമ്മൾ ഏത് ഓയിലാണോ ഉണ്ടാക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു 1.5 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഉണ്ട്. എന്നിട്ട് ഇത് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി കുഴച്ചെടുക്കണം. ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് കൈ കൊണ്ട് തിരുമ്മി കുഴച്ചെടുക്കണം. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ ഈ അറിയാലോ നമുക്ക് ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ വേണ്ടത് പിന്നെ ചേർത്താൽ മതി. ഇനി നമ്മൾ കുക്കറിൽ ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ചുള്ള വിസിലിനനുസരിച്ച്, ഇതിപ്പോൾ നമ്മൾ ഒരു 7 വിസിലെങ്കിലും വന്നിട്ടുണ്ട്. ഇത് കറണ്ട് പോയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ അരി 1.25 മണിക്കൂർ കഴിഞ്ഞ് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടി, അപ്പോൾ കുറച്ചധികം വെള്ളം വെക്കുക. അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും ഏലക്കയും ഗ്രാമ്പും ഈ ഉണക്കനാരങ്ങയും കൂടെ ഇട്ടിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് മാഗി ക്യൂബ് വേണമെങ്കിൽ ചേർക്കാം, നമ്മൾ ചേർത്തിട്ടില്ല. തിളച്ച് വരുമ്പോൾ അരി അതിലേക്ക് ഇട്ട് ഒരു 80% വേവുമ്പോൾ ഊറ്റി വെക്കാവുന്നതാണ്. അത് ഇതേപോലെ പറഞ്ഞ പോലെ 80% വെന്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പത്തേക്ക് നമ്മൾ ദമ്മിടാനാണ് പോകുന്നത്. അതിനുള്ളൊരു ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് ആദ്യം ബീഫിൻ്റെ ഒരു പോർഷൻ, ഫുള്ളല്ല പകുതി, അതിലേക്ക് നമ്മൾ എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മുഴുവൻ റൈസും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ബീഫിൻ്റെ ഗ്രേവി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇതുപോലെ ഒരു 3-4 പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്കിതിന് റൈസിന് നല്ല മഞ്ഞ കളർ ഇടയ്ക്കിടയ്ക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കളറ് ചേർക്കാം, പക്ഷെ ഞങ്ങൾ കളറ് ചേർക്കാറില്ല. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതേപോലെ കുറച്ച് കനൽ വെച്ചിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അപ്പം തന്നെ അങ്ങ് മൂടി വെക്കുക. ഒരു 5-10 മിനിറ്റ് സമയം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചാൽ ഇത് അതിൻ്റെ ആ പുകൻ്റെ സ്മെല്ലൊക്കെ വന്നിട്ട് നമ്മളെ മന്തി അടിപൊളിയായിട്ട് വരും. പിന്നെ എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുക പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മുകളിലൊരു വെയിറ്റൊക്കെ വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് ലോ ഫ്ലെയിമിലായിരുന്നിട്ട് വെക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. ഇതിൻ്റെ ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഓക്കെ, ബൈ.